ആഭിചാരക്രിയകൾ കൊണ്ട് നേട്ടമുണ്ടാകുമെന്ന് ആളുകളെ പറഞ്ഞു വിശ്വസിപ്പിക്കാൻ എപ്പോഴും ഒരു മന്ത്രവാദി ഉണ്ടാകും. കോട്ടയം തിരുവഞ്ചൂരിൽ അങ്ങനെ പ്രത്യക്ഷപ്പെട്ടത് പത്തനംതിട്ട തിരുവല്ല സ്വദേശി ശിവദാസനാണ്. ശിവദാസന്റെ നേതൃത്വത്തിലാണ് യുവതിയെ ഭർത്താവും കുടുംബവും അതിക്രൂരമായി പീഡിപ്പിച്ചത്. ആരാണ് മന്ത്രവാദി ശിവദാസൻ? ഇയാൾ ഇത്തരം തട്ടിപ്പ് പണി എവിടെ നിന്നാണ് പഠിച്ചത്? വീടിന് സമീപത്തെ ക്ഷേത്രത്തിൽ എങ്ങനെ ശിവദാസൻ കയറിപ്പറ്റി? 24 വാർത്താ സംഘം ശിവദാസന്റെ നാട്ടിലൂടെ നടത്തിയ യാത്രയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. കാണാം ബിഗ് സ്റ്റോറി. കോട്ടയത്ത് യുവതിയെ ആഭിചാരക്രിയയ്ക്ക് വിധേയമാക്കിയ സംഭവത്തിൽ ആരോപണങ്ങൾ നിഷേധിക്കുകയാണ് മന്ത്രവാദി ശിവദാസിന്റെ കുടുംബം. അച്ഛനെ കൊണ്ടുപോയി കുടുക്കിയെന്നാണ് മകൾ പറയുന്നത്. ഇതിന് അവർക്ക് അവരുടെ കാരണങ്ങളുമുണ്ട്. അച്ഛൻ സ്ഥിരമായി പൂജ ചെയ്യാറില്ലെന്നും അച്ഛനെ കോട്ടയത്തേക്ക് വിളിച്ചു കൊണ്ടുപോയതാണെന്നും മകൾ പറയുന്നു. ഒപ്പം കേസിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകാനും കുടുംബം ആലോചിക്കുന്നുണ്ട്. അവരെന്നെ സമ്മതിച്ചിട്ടുണ്ട്, വിളിച്ചു വരുത്തി ചെയ്യിച്ചാന്ന്. ഒരിക്കലും എൻ്റെ അച്ഛനാ അങ്ങോട്ടേക്ക് പോയി ചെയ്യത്തില്ല, ആരെങ്കിലും വിളിച്ചു വന്നെങ്കിൽ ചെയ്യത്തുള്ളൂ. അച്ഛൻ എന്തോ ട്രാപ്പിൽ പെട്ട പോലെ എനിക്ക് തോന്നുന്നത്. അച്ഛൻ കുറേ വർഷമായിട്ട് ഇങ്ങനെ പൂജാകർമ്മങ്ങളൊക്കെ ചെയ്യാറുണ്ടോ? ഇതിൻ്റെയൊക്കെ ഭാഗമാകാറുണ്ടോ? അറിയായിരുന്നോ? അങ്ങനൊന്നും ഇല്ല ചാച്ചി. അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്തു മാറ്റും, അത്രേ ഉള്ളൂ. അല്ലാതെ വലിയ പൂജാകർമ്മം അങ്ങനത്തെ ഒന്നും ഇല്ല. പുറത്തു വന്ന ദൃശ്യങ്ങൾ ആരെയും ഞെട്ടിക്കുന്നതാണ്. ആഭിചാരക്രിയ ചെയ്യാനല്ലെങ്കിൽ എന്തിന് ശിവദാസൻ കോട്ടയത്ത് പോയി? എന്തു തരത്തിലുള്ള പൂജയാണ് അവിടെ ചെയ്തത്? ഒപ്പം ഈ ദൃശ്യങ്ങളിൽ എങ്ങനെ കുടുങ്ങി? ഇത്തരം ചോദ്യങ്ങൾ ബാക്കിയാണ്. പക്ഷേ ഈ ചോദ്യങ്ങൾക്കൊന്നും ശിവദാസന്റെ കുടുംബത്തിന് ഉത്തരമില്ല. അവർ മൗനം തുടരുകയാണ്. സ്ഥിരമായിട്ട് കുടുംബ പ്രശ്നങ്ങളിലൊക്കെ ചെയ്യുന്ന ഒരു മന്ത്രവാദിയെ സമീപിച്ചായിരുന്നു. ആ മന്ത്രവാദിയാണ് ഇങ്ങനെ ഒരു ബാധ കൂടിയിട്ടുണ്ടെന്നും ഈ ബാധ ഒഴിപ്പിച്ച് കളഞ്ഞെങ്കിൽ ഈ കുടുംബം ഇങ്ങനെ വലിയ ആരാണ് ശിവദാസ്? ഈ ചോദ്യത്തിന് പലതരത്തിലുള്ള ഉത്തരങ്ങളാണ് ശിവദാസിന്റെ ജന്മനാട്ടിൽ നിന്ന് ലഭിക്കുന്നത്. 30 വർഷം മുമ്പ് എവിടെയോ പോയി ആഭിചാരക്രിയകൾ പഠിച്ചു വന്നു. പിന്നീട് ഒളിഞ്ഞും തെളിഞ്ഞും ആഭിചാരം ചെയ്തു. 2 വർഷം മുമ്പാണ് പുന്നക്കുന്നം ശ്രീഭദ്രകാളി ക്ഷേത്രത്തിൽ ശിവദാസൻ പൂജാരിയായി എത്തുന്നത്. സൗമ്യനെന്നും ആഭിചാരക്രിയകൾ ചെയ്യുന്ന കാര്യം അറിയില്ലെന്നും ക്ഷേത്രം സെക്രട്ടറി. എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിലെ ദ്രാവിഡ പൂജയായ കാരണം ഈ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തനൊക്കെ അസുഖമായിട്ട് വരുന്നവരും രോഗിയായിട്ട് വരുന്നവർക്കും പരമാവധി ഈ ക്ഷേത്രം അവർക്കൊരു ഗുണമെന്നുള്ള രീതിയിൽ ഈ ക്ഷേത്രത്തിൽ വന്ന് തൊഴാറുമുണ്ട്, ഇവിടെ വന്ന് പൂജകൾ ചെയ്യാറുമുണ്ട്. അങ്ങനെ അവർ രക്ഷപ്പെട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത ആൾ കൊണ്ട് അവർ വരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ രക്ഷപ്പെട്ട് പ്രാപിച്ചവർ ഓരോരുത്തരും അതുപോലെ നല്ലൊരു മനുഷ്യനാണ് പുള്ളി. ഒരു മനുഷ്യനോട് മറ്റൊരു രീതി സംസാരിക്കുകയോ ഇതൊന്നും ഇന്ന് വരെ ഈ ക്ഷേത്രത്തിൽ സെക്രട്ടറി നിന്നല്ലേ ഞാൻ കണ്ടിട്ടില്ല. മണർക്കാട് പോലീസ് തിരുവല്ലയിലെത്തി ശിവദാസനെ കസ്റ്റഡിയിലെടുത്തതോടെയാണ് ക്രൂരപീഡനത്തിന്റെ ഞെട്ടിക്കുന്ന കഥകൾ നാട്ടുകാരറിഞ്ഞത്. അവരെ സംബന്ധിച്ച ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളാനാകുന്നതായിരുന്നില്ല. കാരണം എന്നും തങ്ങൾ കണ്ടിരുന്ന മനുഷ്യൻ ഇത്തരം ആഭിചാരക്രിയകൾ ചെയ്യുന്ന ആളാണോ എന്നൊരു ചോദ്യം നാട്ടിൽ ഒരു പറ്റം മനുഷ്യർക്കുണ്ട്. അവർ ആ ചോദ്യം എല്ലാവർക്കും മുമ്പിലും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നാട്ടിൽ തിരക്കിയാൽ മറുകഥകളും നിങ്ങൾക്ക് കേൾക്കാനാകും.
ശിവദാസൻ സ്ഥിരമായി ആഭിചാരക്രിയകൾ ചെയ്യാറുണ്ടെന്നും ഇതിന്റെ പ്രധാന കേന്ദ്രം ക്ഷേത്രമെന്നും ഒരു വിഭാഗം നാട്ടുകാർ പറയുന്നു. അവർ കൺമുന്നിൽ തന്നെ കണ്ട ചില കാഴ്ചകളും ചില ദൃശ്യങ്ങളും ഒക്കെ തന്നെയാണ് അവരെ ഇത്തരത്തിലൊരു അഭിപ്രായം പറയാൻ പ്രേരിപ്പിക്കുന്നത്. പക്ഷേ ക്യാമറയ്ക്ക് മുന്നിൽ തുറന്നു പറയാൻ അവർ തയ്യാറല്ല. ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് വല്ല വൈരാഗ്യമോ അച്ഛനോടോ മറ്റോ ഉണ്ടോ എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും? അതൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ അച്ഛൻ തല്ലിയെന്നൊക്കെയാണ് വീഡിയോക്കകത്ത് പറയുന്നത്. എൻ്റെ അച്ഛൻ അങ്ങനൊന്നും ചെയ്യത്തില്ല, എനിക്കറിയാം. ഈ സംഭവത്തിൽ കുറച്ചുകൂടി ഒരു അന്വേഷണം എന്തെങ്കിലും നിങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ പരാതി കൊടുക്കുവോ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട്? തീർച്ചയായിട്ടും എൻ്റെ അച്ഛന് ജാമ്യം കിട്ടണം. തെറ്റ് ചെയ്ത് ശിക്ഷ അനുഭവിക്കണം. ശിവദാസൻ ക്ഷേത്രത്തിൽ നടത്തിയിരുന്ന പൂജകളുടെ പേരിൽ ഇടയ്ക്ക് നാട്ടുകാരുമായി വാക്കുതർക്കമുണ്ടാകുമായിരുന്നു. ക്ഷേത്രത്തിൽ സ്ത്രീകളെ ഉൾപ്പെടെ കൊണ്ടുവന്നുള്ള പൂജകൾക്കെതിരെയായിരുന്നു നാട്ടുകാർ ശബ്ദമുയർത്തിയിരുന്നത്. ഇത് വാക്കുതർക്കത്തിലേക്കും കലഹത്തിലേക്കും കലാശിച്ചിട്ടുണ്ട് പല തവണ. പക്ഷേ അപ്പോഴൊന്നും ശിവദാസ ഈ ക്ഷേത്രം കേന്ദ്രീകരിച്ചുള്ള പൂജകൾ അവസാനിപ്പിച്ചിട്ടില്ല. ക്ഷേത്രത്തിന് മുന്നിലെ മരമാണ് ആഭിചാരക്രിയകളുടെ കേന്ദ്രമെന്നാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ ഇതും അവർ ക്യാമറയ്ക്ക് മുന്നിൽ തുറന്നു പറയാൻ തയ്യാറല്ല. ഈ ചന്ദ്രനിൽ വരെ ആൾക്കാർ ജലം ഉണ്ടെന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കാലഘട്ടത്തിലും ആ ഒരു 24 വയസ്സുള്ള ഒരു കൊച്ചു പയ്യനാണ് ഇതിന് സപ്പോർട്ട് ചെയ്തെന്ന് കേൾക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ഏറ്റവും ഭീകരാവസ്ഥകൾ മനസ്സിലാകുന്നത്. കേരളത്തിന് തന്നെ അപമാനമായ കാര്യങ്ങൾ അതെല്ലാം. കോട്ടയം എന്ന് പറയുമ്പോഴും കേരളത്തിനകത്താണ്, അപമാനമായ കാര്യമാണത്. ഇവർക്ക് എല്ലാവർക്കും ശിക്ഷ കൊടുക്കണം. ഇതിൻ്റെ പുറകിൽ ഒരുപാട് പേരുണ്ട്. ശിവദാസ് എങ്ങനെ പൂജാരിയായി? എവിടെ നിന്ന് താന്ത്രിക വിദ്യകൾ പഠിച്ചു? ക്ഷേത്രം കേന്ദ്രീകരിച്ച് കൂടുതൽ സ്ത്രീകളെ സമാനമായ രീതിയിൽ ഇയാൾ പീഡിപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെ ഉത്തരം ലഭിക്കാത്ത ചോദ്യങ്ങൾ ഇനിയും ഒരുപാട് ബാക്കിയാണ്. പോലീസ് അന്വേഷണത്തിൽ നാട്ടുകാരുടെ ഉൾപ്പെടെ ആക്ഷേപങ്ങൾ പരിഗണിക്കപ്പെടും, അത് പരിശോധിക്കപ്പെടും. ആ പരിശോധനയിൽ ഈ ചോദ്യങ്ങൾക്കെല്ലാം തന്നെ ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.